ഞാനിന്ന് എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അത്ര അടിപൊളിയായിട്ടൊന്നും മേക്കപ്പ് ചെയ്യാൻ അറിയില്ല. ബട്ട് ഇൻസ്റ്റയിൽ എൻ്റെ മേക്കപ്പ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ ഒരുപാട് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ. ദിസ് ഈസ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. ഇതല്ലാണ്ട് ഞാൻ വേറെ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യലില്ല. ഇതാണ് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. സോ നിങ്ങൾക്ക് ഇതുപോലെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് വൺ ഈസ് ദ ബെസ്റ്റ് മോയ്സ്ചറൈസർ. അതുപോലെ സെറ്റാഫിലിൻ്റെ ക്ലെൻസർ ആണ് ഞാൻ യൂസ് ചെയ്യൽ. കാരണം എനിക്ക് വേറെ ഫേസ് വാഷ് ഒന്നും എൻ്റെ ഫേസിന് പറ്റില്ല. യൂസ് ചെയ്താൽ പിമ്പിൾസ് വരും. അതുകൊണ്ട് തന്നെ സെറ്റാഫിലിൻ്റെ ക്ലെൻസറും മോയ്സ്ചറൈസറും ആണ് ഞാൻ ഒരു 3 and 4 years ആയിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അക്വൾജിക്കിൻ്റെ ലിക്വിഡ് സൺസ്ക്രീൻ ആയിരുന്നു ഇത്രയും നാളെ യൂസ് ചെയ്തത്. ഇപ്പം ഒരു 1 month ആയിട്ട് ഞാൻ കറലി ഈ ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ പുറത്തു പോയാലും നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫേസിന് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇപ്പം ഞാൻ ഇട്ടത് ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ഇതാണ് ലിപ് ബാം. പക്ഷേ ഇതൊരു ചെറിയ റെഡ് കളറിലാണ് വരുന്നത്. സോ നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഇത് യൂസ് ചെയ്താൽ മതി. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടും, ബട്ട് ഞാൻ കറൻലി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഒരു റെഡ് ലിപ്സ് കിട്ടും, അതിൻ്റെ കൂടെ തന്നെ ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യും. ഈസ് അവർ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള സ്കിൻ റുട്ടീന്. ആദ്യം സെറ്റാഫിലിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യും, അതിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, പിന്നെ അക്വാളജിക്കിൻ്റെ സൺസ്ക്രീനും, പിന്നെ ഇപ്പോൾ യൂസ് ചെയ്ത് ലിപ് ബാം. ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. സോ നമുക്കിനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇബ കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു പ്രൈമറാണ് ഞാൻ യൂസ് ചെയ്യാറ്. നമുക്ക് ആദ്യം ഫേസിന് നല്ലോണം പ്രൈമർ ഇട്ട് കൊടുക്കുക. പ്രൈമർ യൂസ് ചെയ്താൽ നമ്മളെ സ്കിൻ അത്ര കേക്ക് ആവില്ല. അതുപോലെ കുറച്ച് സമയമല്ല കുറച്ചധികം സമയം ലാസ്റ്റ് ചെയ്യും. സോ ഈ ഒരു പ്രൈമറാണ് ഞാനിപ്പം കറൻലി യൂസ് ചെയ്യുന്നത്. പ്രൈമർ യൂസ് ചെയ്താലും അതിനുശേഷം ഞാൻ ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ അതായത് ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പ്രൈമറും യൂസ് ചെയ്യാറുണ്ട്. നമുക്കിത് മാത്രം യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ എപ്പോഴും ഫസ്റ്റ് ഇവ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു സ്വിസിൻ്റെ കുറച്ച് പ്രൈമറാണ് അപ്ലൈ ചെയ്യുക. നമ്മളെ ഫേസിന് കുറച്ചൊരു ഗ്ലോ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രൈമർ. അതിൻ്റെ കൂടെ കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഫൗണ്ടേഷനെ കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കാറുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ഈ ഒരു ഇലുമിനേറ്റർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമേ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളൂ. ഞാൻ ഇത് മാത്രമേ യൂസും ചെയ്യാറുള്ളൂ. കാരണം ഇതെനിക്കെന്തോ എൻ്റെ സ്കിൻ ടോണിന് മാച്ചായിട്ട് തോന്നി. അതുപോലെ ഇട്ട ഫേസും എനിക്ക് കുറച്ചും കൂടി നല്ല ബ്രൈറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ. സോ നമുക്ക് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രമാത്രം എൻ്റെ കളർ ടോൺ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണെന്ന് പറഞ്ഞത്. സോ ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എൻ്റെ സ്കിന്നിനും എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. സോ ഫുള്ള് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട്, ബ്ലഷ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ബ്ലഷ്. അപ്പം അതും ഞാൻ മാർസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. മാർസിൻ്റെ ഇതിൻ്റെ ഷെയ്ഡൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, നൈറ്റ് ഗ്ലോ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡാണ് ഞാൻ ബ്ലഷായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ലിക്വിഡ് ബ്ലഷാണ്. സോ നമുക്ക് ഈ ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ഐ ഷാഡോ ആണ് ഇടാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കളേഴ്സൊന്നും ഇടുന്നില്ല. ന്യൂഡായിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇടാൻ പോകുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ഐ ഷാഡോ പാലറ്റാണ്. അധികം ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. അത് ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഐസിന് ഒരു ബ്രൗൺ കളർ കൊടുക്കാം. ഇത്രയും നാൾ ഞാൻ എൻ്റെ ഐസിന് ഐലൈനറായിരുന്നു യൂസ് ചെയ്തത്. ബട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് മേലെ എഴുതാറുള്ളത്. അപ്പോൾ ഇതൊരു സോട്രൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഐലൈനറാണ്. ആക്ച്വലി ഇതെനിക്ക് പ്രൊമോഷനായിട്ട് വന്നൊരു പ്രൊഡക്റ്റാണ്. ബട്ട് പ്രൊമോഷൻ ആണെങ്കിലും ഇത് യൂസ് ചെയ്താൽ എനിക്ക് മനസ്സിലായത് എത്രമാത്രം അടിപൊളിയാണെന്ന്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഞാൻ ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് ഒരുപാട് പേര് വ്യൂസും കമൻസും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അത്രക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു
എന്താ പ്രൊമോഷനായിട്ട് പറയുന്നതൊന്നുമല്ല. ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത ഒരുപാട് കാജലിനും എനിക്ക് എത്രയോ ബെറ്റർ ആയിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റാണ്. ഒന്നാമെന്ന് വെച്ചാൽ തല നമ്മൾ ഇട്ടാലെന്നല്ല ഇട്ടിട്ട് ഒരുപാട് ടൈം കഴിഞ്ഞാലും കണ്ണിന് അതേപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും. പിന്നെ വേഗമൊന്നും നമ്മൾ വാട്ടർ ആയാലോ അല്ലെങ്കിൽ നമ്മൾ കൈനെക്കൊണ്ട് തൊട്ടാലോ അങ്ങനെ പോവുകയൊന്നും ചെയ്യൂല. അതുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് കാജലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതെന്തായാലും യൂസ് ചെയ്യുക. ഞാൻ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസും ഒക്കെ ചോദിച്ചവർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുത്തൊരു പ്രൊഡക്റ്റാണിത്. സോ നമുക്ക് കണ്ണെഴുതാം. അപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. അതാണ് ഏറ്റവും ഫേവറേറ്റ്. ബ്ലഷ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ഇടാനാണ്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലിപ്സിന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഞാൻ മുമ്പൊന്നും ഇത് ചെയ്യാറൊന്നുമില്ല, ഇപ്പം കുറച്ചായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ചില ലിപ്സ്റ്റിക്കൊന്നും നമുക്ക് മാച്ചായിട്ട് തോന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് അത് ഭയങ്കര റെഡോ വേറൊരു കളറോ ആണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ച് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നമുക്ക് കളേഴ്സ് വേരി ചെയ്യാൻ പറ്റും. അതായത് കളേഴ്സ് നമുക്ക് ഇഷ്ടമില്ലാത്ത കളറാണെങ്കിൽ അതൊരു ന്യൂഡ് കളറിലേക്ക് മാറും. അപ്പം ഈ ഒരു ന്യൂഡ് കളറ് ലൈനർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. സോ ലിപ്സ്റ്റിക്കും ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ്. എനിക്ക് തോന്നി ഇതിന് ഷെയ്ഡ് മറ്റേ കുച്ചിപ്പൊടിയാ, സംതിങ് ലൈക്ക് ദാറ്റ്. കുച്ചിപ്പൊടി. ഇത് ഞാൻ വാങ്ങിയതല്ല, എനിക്ക് എൻ്റെ വെഡ്ഡിങ്ങിന് എൻ്റെ സ്റ്റുഡൻസ് ഗിഫ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഷെയ്ഡ് അറിയാത്തത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം. സെറ്റിംഗ് സ്പ്രേ കൊണ്ട് കാര്യമുണ്ടോ എന്നറിയില്ല. 1 മിനിറ്റ് ഞാനൊരു പ്രൊഡക്റ്റ് മറന്നുപോയി. ഇറ്റ്സ് സ്വിസ് ബ്യൂട്ടീൻ്റെ ഗ്ലോ ചെയ്യുന്ന ഒരു ഇലുമിനേറ്റിംഗ് സാധനമാണ്. ഹൈലൈറ്ററാണ്, ലിക്വിഡ് ഹൈലൈറ്ററാണ്. ഇതുകൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒന്ന് കണ്ടിട്ട് വാങ്ങിയതാണ്. നമുക്കെന്തായാലും ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് നോക്കാം. ഗ്ലോ ചെയ്യുന്നെങ്കിൽ ഗ്ലോ ചെയ്യട്ടെ. മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റായിട്ടൊന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ചു നോക്കാം. സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ട് കാര്യമുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നത്. പിന്നെ ഇത് വലിയ ബ്രാൻഡിൻ്റെ ഒന്നും അല്ല. നിങ്ങൾ കുറച്ച് നല്ല ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുമായിരിക്കും. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്കൊന്ന് സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഒരു മേക്കപ്പ് ഫിക്സറാണ്. ഇത് ഞാൻ എപ്പോൾ അടിക്കലൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ആ ഒരു ടൈം അടിക്കും. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്യുന്ന ടൈമാണെങ്കിൽ ഞാനിത് യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫിക്സർ അടിക്കാം. ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ അതിന് ശേഷം ഒന്ന് ഹിജാബ് ചെയ്തു. അപ്പം ഇതാണ് ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ള എൻ്റെ മേക്കപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എപ്പോഴും അല്ല കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച ബേസിക് സ്കിൻ കെയർ മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള ടൈം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഷൂട്ടിനോ ഒക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ ചെയ്യാറുള്ള മേക്കപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇതിൽ യൂസ് ചെയ്ത ഒരു പ്രൊഡക്ട്സും ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒന്നും യൂസ് ചെയ്തതല്ല. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ സ്കിന്നിന് ബെസ്റ്റാണെന്ന് തോന്നിയോണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ചെയ്യണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി നമുക്ക് മേക്കപ്പ് എന്ന് പറയുക ഒരുപാട് സാധനങ്ങളൊന്നും വേണമെന്നില്ല. ഒരു പ്രൈമർ, ഒരു ഫൗണ്ടേഷന്, ഒരു നല്ലൊരു ഐലൈനർ, ഒരു ബ്ലഷ്, ഒരു ലിപ്സ്റ്റിക്ക്. ഇതാണ് ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് തിങ്സ് വേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അത്രേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫിക്സറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യുക. സോ എൻ്റെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ സേവ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.